ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെറൈറ്റി ആയിട്ട് ചെയ്താലോ. നമുക്ക് ചിക്കൻ കറി പലതരത്തിലും ചെയ്യും. ഒരേപോലെ ചെയ്താൽ നമുക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെടുകയില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. നമ്മൾ മുളകും മല്ലിയും വറുത്തരച്ച് വയ്ക്കും, മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് വയ്ക്കും, തേങ്ങ വറുത്തരച്ച് ചെയ്യും, ഇഞ്ചി പച്ചമുളകും മാത്രം, പച്ചമുളകും മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ചെയ്യും. പിന്നെ അതേപോലെ കുരുമുളക് പൊടി മാത്രം ചേർത്തും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അങ്ങനെയുള്ളൊരു ചിക്കൻ കറിയും നമ്മൾ കഴിച്ചു നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോഴാണ് ചിക്കൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ ചിക്കൻ കറി വെക്കുമ്പോഴാണ് ചിക്കനിന് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നത്. പക്ഷെ അത് അധികം ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല, കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കാം. അതേപോലെ നമ്മൾ ചിക്കൻ കറി നല്ലെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടെ ചേർക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ മാത്രവും ചേർക്കാം. അതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇഡലി കഴിച്ചാലോ, ഭയങ്കര ടേസ്റ്റായിരിക്കും. നമുക്ക് ഇഡലിയും ചിക്കൻ കറിയും ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് ഇഡലി ചുട്ട് വയ്ക്കാം. നമുക്ക് തലേന്ന് അരച്ച് വെച്ച മാവാണ്. നമുക്ക് ഇഡലിയൊക്കെ ചുട്ട് വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ചേർത്ത് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. നല്ലെണ്ണ മാത്രം ഒഴിച്ച് നോക്കണം, അത് ഭയങ്കര ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നത്. പക്ഷേ നല്ലെണ്ണ തനിയെ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ വെച്ച് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട്, നമുക്ക് തക്കാളിക്കും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിക്കും സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് മുളകും മല്ലിയും പൊടി ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. മുളകും മല്ലിയും കൂടെ വറുത്തരയ്ക്കുവാണെങ്കിൽ, മല്ലിയും വറുത്തരയ്ക്കുവാണെങ്കിൽ അത് ഭയങ്കര പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെയും ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് സെമി വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർക്കാം. ഇപ്പം നമ്മൾ ഇന്നിവിടെ പൊടികളാണ് ചേർക്കുന്നത്. മുഴുവൻ മല്ലി വറുത്തതും മുളക് വറ്റൽ വറുത്തതും ഒക്കെ ചേർത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആവശ്യത്തിന് എരിക്കനുസരിച്ച് മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 2-2.5 സ്പൂൺ ചേർക്കാം. പിന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ചെറു ചൂടോടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി ആവശ്യമുള്ള വെള്ളം ചേർക്കാം. വലിയൊരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. 2 കപ്പ് വെള്ളം ചേർക്കാം. ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ കറി. നമ്മൾ ചിക്കനും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, നമ്മൾ സവാള വഴറ്റിയപ്പോൾ അധികം ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് അടച്ച് വേവിക്കണം. ഒരു 10-25 മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നല്ലെണ്ണയിൽ എല്ലാം വഴറ്റിയെടുക്കുന്നതിൻ്റെ പ്രത്യേക ഒരു മണമാണ്. നല്ലെണ്ണ മാത്രമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇങ്ങനെ രുചി വ്യത്യാസമൊന്നും വരില്ല. നമ്മളൊരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കണം. നല്ലെണ്ണ മാത്രം ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ മുളകും മല്ലിയും വറുത്തരയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. നമ്മൾ ചിക്കൻ കറി തുറന്ന് നോക്കിയിട്ടുണ്ട്, കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ട്, കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഇഡലിക്കൊക്കെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നമ്മുടെ ഇഡലിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇഡലിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക.